ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ റമദാനിൽ ഇപ്പോൾ കുറേ പേര് എനിക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തളർന്നു പോവുകയാണ്, അങ്ങനെ പഠിക്കാൻ പറ്റണില്ല, ക്ഷീണിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി തരാം. പെട്ടെന്നൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് റമദാനിൽ ഇപ്പം എൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഞാനും റമദാനിൽ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. റമദാനിൽ എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ ദിവസത്തിലേറൊക്കെ പ്രൊഡക്ടിവിറ്റിയിൽ ഞാൻ യൂസ് ചെയ്തിരുന്നു റമദാൻ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതും പിന്നെ എന്തൊക്കെ സ്റ്റഡി ടിപ്സും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ റമദാൻ ടൈമിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഏത് ടൈമിൽ പഠിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ നീറ്റിന് 2 ടൈം ഞാൻ പ്രിപ്പയർ ചെയ്തു. ഒന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, രണ്ടാമത്തെ പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറഞ്ഞാൽ +2 കൂട്ടാം നമുക്ക്. അപ്പോൾ ഈ +2ൽ ഞാൻ ചെയ്തിരുന്നു വേറൊരു ടൈപ്പ് ആയിരുന്നു, ആൻഡ് ഞാൻ റിപ്പീറ്റ് ടൈമിൽ ചെയ്തത് വേറൊരു ടൈപ്പ് പ്രിപ്പറേഷൻ ആയിരുന്നു ഈ റമദാൻ്റെ ടൈമിൽ. അപ്പോൾ രണ്ടും കൂടി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടും കമ്പയർ ചെയ്തിട്ട് എന്താണ് രണ്ടിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ റിപ്പീറ്റ് ടൈമിൽ എങ്ങനെയാണ് റമദാൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടതായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പക്ക നൈറ്റ് ഔളായി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നൈറ്റ് ഫുള്ള് ഇരിക്കും. എന്നിട്ട് ഞാൻ നമ്മുടെ അത്താഴം കഴിച്ച് സുബഹി നിസ്കരിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് ഞാൻ നേരെ എണീക്കണ ബാങ്ക് കൊടുക്കുമ്പോൾ ഉച്ചക്കാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് ഒരു 1 മണിക്കൊക്കെ എണീക്കും. അങ്ങനെ ഒരു 7 മണിക്കൂർ ഉറക്കം കിട്ടും. എന്നിട്ട് ഒരു 1 മണിക്ക് എണീച്ചിട്ട് വീണ്ടും ഒരു 1:30 ആകുമ്പോഴത്തേന് വീണ്ടും 1:30-2 മണിയാകുമ്പോഴത്തേന് നിസ്കരിച്ചിട്ടൊക്കെ നേരെ നമ്മുടെ സ്റ്റഡി ടേബിളിൽ നേരെ ഇരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ റമദാൻ മാസത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം ടേബിൾ ഇതാണ്. ഈവൻ ഇപ്പോൾ MBBSന് ചേർന്ന ശേഷം വരെ ഞാൻ ഇതാണ് ചെയ്യുന്നത്. അതായത് റമദാനായാലും ഞാൻ പക്കാനായിട്ടുള്ളൂ. ഈ സ്റ്റഡി റൂട്ടീൻ ഫോളോ ചെയ്താൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റമദാൻ്റെ ക്ഷീണം അറിയില്ല. അതായത് നമ്മൾ എണീച്ച് കഴിഞ്ഞ ശേഷം ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കണില്ല, നമ്മൾ വെള്ളം കുടിക്കണില്ല എന്നുള്ള ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. അതായത് എണീച്ച് ഉടനുള്ള ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു 1:30 എണീച്ചാൽ ആദ്യത്തെ 2.5 മണിക്കൂർ ഞാൻ ബയോളജിക്ക് കൊടുക്കുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ കുറച്ച് ഫ്രഷ് ആവും. അത്ര നമുക്ക് വിശപ്പോ ഭയങ്കര ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ടയേർഡായിട്ടുള്ളതോ. പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഇഫ്താർ കഴിച്ചാൽ നമ്മൾ നോമ്പ് തുറന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ മഗ്‌രിബ് നിസ്കരിച്ച് പിന്നെ ഇശാ നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടല്ലോ. ആ ടൈം പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഭയങ്കര ഹൈ എനർജി ടൈമാണ്. ആ ടൈമിൽ ഞാൻ ഫിസിക്സിനും കൊടുത്തിരുന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ആകുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, നമ്മുടെ സിബ്ലിങ്സും പിന്നെ അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ. ബട്ട് നൈറ്റ് ഇരുന്നാൽ ഭയങ്കര കാമാവും. അതായത് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവരും നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും ഓഫാവും, അല്ലെങ്കിൽ 12 മണി. ബട്ട് ബാക്കിയുള്ള സമയം ഉണ്ടാവുമല്ലോ, ബാക്കിയുള്ള സുബഹി വരെ, അതായത് ഒരു രാവിലെ ഒരു 5 മണി വരെയുള്ള ടൈം ഉണ്ടാവില്ല. അത് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര കാമായിട്ടും ഒക്കെ ഉള്ള സമയമാവും. ബട്ട് ഈ ടൈമിൻ്റെ ഒരു ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനും നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ഒറ്റക്കാണ്, നമ്മളടുത്ത് ഫോൺ ഉണ്ടാവും, നല്ല ഹൈ സ്പീഡ് നെറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം എന്ത് പ്രോപ്പറായിട്ട് പഠിക്കണം എന്നുള്ളത്. നമ്മളൊരു ഉള്ളിലൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ നൈറ്റ് പഠിക്കൽ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ റിപ്പീറ്റ് ടൈമിൽ ഞാൻ ഫോളോ ചെയ്തത്. അതായത് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 6 മണി മുതൽ ഒരു 1 മണി വരെയൊക്കെ, ചിലപ്പോൾ 1-1:30 ആ ഒരു ടൈം വരെ സ്ലീപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ പഠിക്കാതിരിക്കലായിരുന്നു. ഇനി ഞാൻ എന്ത് പറയാം, ഇനിയിപ്പോൾ ഇത് പറ്റാത്തവർക്ക്, ചിലർക്കെന്ന് വെച്ചാൽ രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതേപോലെ നമ്മൾ നോർമലി ചെയ്യില്ല. അതായത് നമ്മൾ ഒരു 11 മണിയാകുമ്പോൾ ഉറങ്ങും, എന്നിട്ട് രാവിലെ എണീച്ച് അത്താഴം കഴിക്കും, എന്നിട്ട് അങ്ങനെ പഠിക്കാനിരിക്കും. ഇതായിരുന്നു ഞാൻ എൻ്റെ +1ലും +2ലും ഞാൻ ചെയ്തിരുന്നു. ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കേസിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടി നൈറ്റ് റൂട്ടീനായിരുന്നു ഇഷ്ടം. അത് പലർക്കും പലതും പറയട്ടോ. അപ്പോൾ ഞാൻ ഈ നൈറ്റ് ഫോളോ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ നൈറ്റ് ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. അപ്പോൾ ഓക്കെ, നമ്മൾ ടോപ്പിക്ക് വരാം. നിങ്ങൾ എന്താ വെച്ചാൽ രാവിലെ എണീച്ചു, അത്താഴം കഴിച്ചു, നിസ്കരിച്ചു, എന്നിട്ട് ആ ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണീച്ച ടൈം പറഞ്ഞാൽ എപ്പോഴും ബയോളജിക്ക് ഞാൻ അങ്ങനെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 6:30 പഠിക്കാതിരിക്കുക. എന്നിട്ട് ആദ്യത്തെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ബയോളജി കൊടുക്കുക. അങ്ങനെ നോർമലി പഠിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ നോർമൽ പ്രിപ്പറേഷൻ റമദാന്റെ മുമ്പൊക്കെ ടൈം ഉണ്ടാവില്ല, ആ ടൈമിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്ത് അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ എനിക്ക് ഇതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതിലൊരു വലിയൊരു നെഗറ്റീവ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തളരും. അതായത് നമ്മൾ രാവിലെ 6 മണി മുതൽ ഒന്നും ഫുഡ് കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉച്ച ആകുമ്പോൾ തന്നെ നമ്മൾ തളരും. അപ്പോൾ ഈ കേസിൽ 2 കാര്യങ്ങൾ പ്രയോഗിക്കുക. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു നാപ്പ് എടുക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾ ഒരു 6 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 2 മണി വരെയൊക്കെ പഠിച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ ഭയങ്കര, അല്ലെങ്കിൽ ഒരു 1 മണി വരെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഭയങ്കര ടയർഡോ. അപ്പോൾ ഒരു 1/2 മണിക്കൂർ നാപ്പ് അവിടെ എടുക്കുക.
അപ്പോൾ ഒരു മണി വരെ ആണെങ്കിൽ ഒരു 1 to 1.5 ഒരു നാപ്പ് എടുത്തിട്ട്, അപ്പോൾ ആ നാപ്പ് എടുത്താൽ വീണ്ടും എനർജി വരും. പിന്നെ ഒന്ന് പോയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വീണ്ടും വന്നിട്ട് സ്റ്റഡി ടേബിളിൽ ഇരുന്നിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഇഫ്താർ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ്, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ പലർക്കും പല സ്റ്റാമിന ലെവലൊക്കെ, നിങ്ങൾക്ക് നല്ല സ്റ്റാമിന ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ പ്രിപ്പയർ ചെയ്യണ്ട. അത് കാരണം നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയ ടൈമാണ്. അതായത് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ ഒന്ന് സമൂസ ഉണ്ടാവുമോ, ആ സമൂസയിൽ ചിക്കൻ ആവുമോ, അതോ വെജിറ്റബിൾ ആവുമോ, അത് ഇനിയിപ്പോൾ എന്താണ് പത്തിരി ഉണ്ടാവുമോ, പത്തിരിക്ക് ബീഫ് ആവുമോ, ചിക്കൻ ആവുമോ, അതൊക്കെ ഞാൻ ഓർത്തിക്കുന്ന ഒരു സമയം. അപ്പോൾ ആ ഒരു സമയത്ത് പ്രിപ്പറേഷൻ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ, ഒരു 6:30ക്കാണ് ബാങ്ക് കൊടുക്കണമെങ്കിൽ ഒരു 5:30, ഞാൻ പറഞ്ഞല്ലോ സ്റ്റാമിന ഭയങ്കര ഉള്ളവർക്ക് ഒരു 6 മണി, ആ ഒരു ടൈം ആകുമ്പോഴത്തേന് പ്രിപ്പറേഷൻ നിർത്തിയിട്ട് ആ ഒരു ടൈം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഭയങ്കര എന്തെങ്കിലും ഇങ്ങനെ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഇഫ്താർ കഴിഞ്ഞ ഉടനെയുള്ള സമയമുണ്ടല്ലോ, അതിപ്പോൾ ഈ നൈറ്റ് ഔൾ ആണെങ്കിലും ഇത് രണ്ടിലും ബാധിക്കട്ടോ. ഇപ്പം നിങ്ങൾ നൈറ്റ് ഔൾ ആണെങ്കിലും നിങ്ങൾ ഈ ഏർലി മോർണിംഗ് ആണെങ്കിലും രണ്ടാണെങ്കിലും ഇഫ്താർ കഴിഞ്ഞിട്ടുള്ള ഒരു അരമണിക്കൂർ നിങ്ങളൊന്നൊരു ബ്രേക്ക് എടുക്കുക. 3/4 മണിക്കൂർ വരെ, അതിൻ്റെ അപ്പുറം വേണ്ട, ഒരു അരമണിക്കൂർ to 3/4 മണിക്കൂർ വരെ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക. ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിന് പ്രോസസ്സ് ആക്കാൻ ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മൾ കുറേ നേരം നമ്മൾ ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഫുഡ് കഴിഞ്ഞ് ആ ഒരു ഷോക്കിലൊക്കെ ആവും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ചൊന്ന് ബ്രെയിനിന് റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും പഠിക്കാതിരിക്കുക. ഇനി ഈ നോമ്പ് തുറക്കണ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ഒന്ന് സാക്രിഫൈസ് ചെയ്യുക. എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത്, ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ സമയത്ത്, ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ എണീക്കണം, ഉച്ചക്ക് എണീക്കണമെങ്കിലും എപ്പോൾ എണീക്കണമെങ്കിലും ആ നോമ്പ് തുറക്കുന്ന സമയത്ത് പൊരിക്കടി, നിങ്ങൾക്ക് എണ്ണക്കടികൾ എത്ര കുറക്കാൻ പറ്റും അത്ര നിങ്ങൾക്ക് ബ്രെയിന് നല്ലതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ ഫൈബർ കണ്ടന്റ് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ ജ്യൂസ് കുടിച്ചോ, ബട്ട് ജ്യൂസ് അത്ര കുടിക്കേണ്ട, കാരണം ഗ്ലൂക്കോസ് സ്പൈക്ക് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ തണുത്ത വെള്ളം കുടിക്കുക, അതായത് വെള്ളം കുടിക്കാൻ നോക്കുക. ജ്യൂസ് ഇനിയിപ്പോൾ കുടിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കുടിക്കുക. ഇനി ബെറ്റർ പറഞ്ഞാൽ എത്ര ഷുഗർ അതിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അത്ര ഒഴിവാക്കുക. അതൊക്കെ നമ്മൾ ബ്രെയിൻ എഫിഷ്യൻസി, അതായത് ഈ എണ്ണക്കടികൾ, അങ്ങനത്തെ പൊരിക്കടികൾ കഴിക്കുന്നത്, പിന്നെ ഈ ഭയങ്കര ഷുഗറി ഡ്രിങ്ക്സ് കുടിക്കണതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ എഫിഷ്യൻസിനെ നല്ലോണം എഫക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കാലം നിങ്ങൾ ഇത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യുക. കോളേജിൽ എത്തിയിട്ട് നമുക്ക് കാണ്ടാവാന സമൂസയും പൊക്കവടി എല്ലാ വടിയും ആ വാട ഈ ആട ഒക്കെ, പിന്നെ ഉള്ള ജ്യൂസൊക്കെ കുടിച്ചാൽ നമുക്ക് കോളേജിൽ ഒന്ന് തട്ടെ ഈ ഒരു കുറേ ഞാൻ അങ്ങനെ ഇത്ര ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാക്രിഫൈസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റമദാനിൽ എടുക്കുക. നിങ്ങൾ അരമണിക്കൂർ എടുക്കണം, അരമണിക്കൂർ നിങ്ങൾ റെസ്റ്റ്, 3/4 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഇരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു മണിക്കൂർ സ്ലോട്ട് കിട്ടും. ആ 1 മണിക്കൂർ സ്ലോട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇശാ നിസ്കരിക്കാൻ പോയിക്കോ, തറാവി നിസ്കരിച്ചോ. എന്നിട്ട് ആ തറാവി നിസ്കരിച്ച ഉടനെ വന്നിട്ടിരിക്കുക, എന്നിട്ട് ഭയങ്കര പഠിത്തം പഠിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നോർമൽ ഡേയ്സിലേറെ എത്ര പ്രൊഡക്റ്റീവ് ആക്കാൻ റമദാൻ. പിന്നെ റമദാൻ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവാകും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള തോരെ പോകും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കുറേ നെഗറ്റീവ് തോട്ട്സ് വരുന്നത്. ഇപ്പം എനിക്കൊക്കെ ഫീൽ ആയതാട്ടോ, എനിക്കറിയില്ല ഇപ്പം എല്ലാവർക്കും ഇത് ഉണ്ടോ. അതായത് നമുക്ക് കുറേ ഈ ആൻസൈറ്റി, ഡിപ്രഷൻ, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ, പിന്നെ എന്തെങ്കിലും ഇപ്പോൾ റീല് കാണാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ യൂട്യൂബ് കാണാനുള്ള ടെൻഡൻസി, അതൊക്കെ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി റമദാൻ്റെ ടൈം ആകുമ്പോൾ കുറയുന്നത്. അത് ഈവൻ ഇപ്പോഴും ഉണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഏറ്റവും മാക്സിമം കുറഞ്ഞൊരു ശരിക്കും ഒരു മന്താണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റമദാനിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിലും അടിപൊളിയാവാം, നിങ്ങളുടെ ഈ ദീനീപരമായിട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഈമാൻ ലെവലിലും നല്ല അടിപൊളിയാവാം. പിന്നെ ഈ റമദാനിൽ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഓക്കെ ഇബാദത്തും കാര്യങ്ങളൊക്കെ നല്ലതാണ്, നിസ്കാരം നല്ലതാണ്, ഓക്കെ, ബട്ട് നമ്മൾ ഈ നോളേജ് അക്വയർ ചെയ്യുന്നുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ ഫിസിക്സ് പഠിക്കണതും കെമിസ്ട്രി പഠിക്കണതും ബയോളജി പഠിക്കണതും അതൊക്കെ ഭയങ്കര നല്ല ഇബാദത്താണ്. ഇപ്പോൾ ഈ നോളേജ് അക്വയർ ചെയ്യലെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഇതാണ്, ഇബാദത്താണ്. അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ ഈ ഒരു റമദാനിൽ എന്താ വെച്ചാൽ കൂടുതൽ നിങ്ങളെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുക. അത് വെച്ച് നിസ്കാരവും കാര്യങ്ങളും ദിക്റുകളും ഒന്നും കുറക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അതും വേണം. ബട്ട് ഈ ഒരു റമദാൻ ഇനി പറഞ്ഞു, കാരണം കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ സ്റ്റഡീസ് കൂട്ടുക, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഇബാദത്ത്. അപ്പോൾ ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. റമദാൻ കഴിയുമ്പോൾ നിങ്ങളെ സ്റ്റഡീസിലും നല്ല അടിപൊളി, നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവട്ടെ. പിന്നെ നിങ്ങളെ സ്പിരിച്വാലിറ്റി ആൻഡ് ആ ഒരു സൈഡിലേക്ക്, ദീനി സൈഡിലേക്കും ഈമാൻ്റെ സൈഡിലേക്കും നിങ്ങൾ അടിപൊളിയാവട്ടെ. അപ്പോൾ രണ്ടും അടിപൊളിയാക്കിയിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു ടൈമാണ് റമദാൻ. അപ്പോൾ ഈ ക്ഷീണം കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. റമദാൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മന്ത് ഓഫ് സാക്രിഫൈസ് അല്ല, എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കുറച്ച് സാക്രിഫൈസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം എഴുതി ഒപ്പിട്ടുതരാം. നിങ്ങൾ സാധാ പഠിക്കണം, ഇപ്പോൾ ഒരു ബയോളജി ചാപ്റ്റർ നമുക്ക് 2 മണിക്കൂർ പഠിക്കാൻ ഉണ്ടെന്ന് വിചാരിച്ചോ, പക്ഷെ റമദാനിൽ ആ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്താട്ടെ, എനിക്ക് എല്ലാവർക്കും അറിയില്ല. ആ ഒരു ചാപ്റ്റർ നമുക്ക് ഒരു 1.5 മണിക്കൂർ, അതായത് നോർമലി
നമ്മൾ പഠിക്കുന്നതിലേറെ കുറച്ച് ടൈം മതിയാവും നിങ്ങൾ ഈ പ്രോപ്പറായിട്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഫോളോ ചെയ്തിട്ട് റമദാനിൽ പഠിക്കാൻ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ DM-ൽ Instagram-ലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.